സോ നമ്മുടെ പണപ്പെരുപ്പം അണ്ടർ കൺട്രോളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ RBI ഓൾറെഡി 2 വട്ടം റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് നടത്താനുള്ള സാധ്യത ആൾക്കാർ തള്ളിക്കളയുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹൗസിംഗ് ലോണ് അങ്ങനത്തെ ലോണുകളുടെയൊക്കെ EMI സ്വാഭാവികമായിട്ടും കുറയുമ്പോൾ അവർക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു അപ്ഡേഷനാണ്. ഈ സാഹചര്യത്തെ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റുക? ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് ഡെഫിനറ്റ്ലി നല്ല കാര്യം. അപ്പോൾ നല്ല കാര്യം, FD ഇട്ടുന്ന ആൾക്കാർക്ക് മോശം കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഏകദേശം ഒരു 2-3 തവണയായിട്ട് കട്ട് ചെയ്തിട്ട് 1% ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എസ്പെഷ്യലി ലോൺ എടുത്തിട്ടുള്ള കാര്യം നമുക്ക് ഒരു സാധാരണ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യം അവരുടെ ലോൺ എടുത്തിട്ടുള്ളത് ഹോം ലോൺ ആയാലും കാർ ലോൺ ആയാലും അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആയാലും എന്തായാലും ഫ്ലോട്ടിംഗ് റേറ്റിൽ എടുത്ത ആൾക്കാർക്ക് അവരുടെ ഇതിന് ഓൾമോസ്റ്റ് തത്തുല്യമായിട്ടുള്ള റേറ്റ് കട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 9.5% ഉണ്ടായ ഹോം ലോണ് ഇപ്പോൾ ശരിക്കും ഒരു 7-7.5%, 7% കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ ആദ്യത്തെ കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക ഈ റേറ്റ് നമ്മുടെ ഹോം ലോണിൽ റിയലി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പലപ്പോഴും കൂടുമ്പോൾ എല്ലാ ബാങ്കുകളും കൃത്യമായിട്ട് കൂട്ടും, ചിലപ്പോൾ കുറയുമ്പോൾ ചിലപ്പോൾ അവരെങ്ങനെ മറന്നുപോയാലോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചെക്ക് അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ EMI എമൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ കൊടുത്തിരുന്നത്, ഇപ്പോൾ 20 വർഷത്തേക്ക് ലോണാണ് എടുത്തിട്ടുള്ളത്, ഒരു 50 ലക്ഷമൊക്കെ ആണെങ്കിൽ ഏകദേശം 50,000 അല്ലെങ്കിൽ 47,000 48,000 അങ്ങനത്തെ ലെവലിൽ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ശരിക്കും നമുക്കപ്പോൾ കുറച്ച് പൈസ എക്സ്ട്രാ നമുക്കുണ്ടാവും. കാരണം ഈ റേറ്റ് കുറയാനനുസരിച്ചിട്ട് നമ്മുടെ ചിലപ്പോൾ 47 എന്നുള്ളത് ചിലപ്പോൾ 45 കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ കണ്ടിന്യൂ ദ സെയിം EMI. അപ്പോൾ ആ എക്സ്ട്രാ 2,000 രൂപ പ്രിൻസിപ്പളിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ 20 വർഷം എന്നുള്ള ഡ്യൂറേഷൻ കുറഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞനുസരിച്ച് നമ്മുടെ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. പിന്നെ ചില ടൈമിലൊക്കെ പല ആൾക്കാരും ലോൺ എടുത്ത ടൈമിൽ ചിലപ്പോൾ ഏതെങ്കിലും NBFC എന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും, ഹൗസിംഗ് ലോൺ ഹൗസിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളൊക്കെ കൂടുതലായിരിക്കാം. അപ്പോൾ ആ എൻറ്റിറ്റിയോട് ഇതിന് ചോദിക്കാം എൻ്റെ റേറ്റ് കുറച്ച് കിട്ടുമോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവൻ നമ്മുടെ പ്രൈവറ്റ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൂടിയും കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എടുത്ത ടൈമിൽ നമുക്കുള്ള ഡോക്യുമെൻറ്റേഷൻ ടെൻഷനും ഇതിൻ്റെ പേരിലൊക്കെ നമ്മൾ പോയിട്ട് ഇത്തരം ഹൈ റേറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ചോദിച്ചിട്ട് ടേക്ക് ഓവറിൻ്റെ സാധ്യതകളൊക്കെ നോക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ 9.5% ഇരിക്കും. അതിങ്ങോട്ട് മാറ്റി ഒറ്റയടിക്ക് 2-2.5% ആയിട്ട് കുറച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കറക്റ്റീവ് മെഷേഴ്സ് തന്നെ അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം പ്രോസസ്സിങ് ഫീസൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഇല്ലാണ്ട് സ്ട്രെയിറ്റ് അങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 20 കൊല്ലത്തെ ലോണൊക്കെ ചിലപ്പോൾ 1-2 വർഷമൊക്കെ നമുക്കവിടെ 10-18 വർഷത്തിനുള്ളിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ ലോൺ എടുത്ത ടൈമിൽ നമുക്ക് ഇത്ര EMI അടയ്ക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ, നമ്മുടെ സാലറി ഹൈക്കൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയാണോ EMI അടച്ചുകൊണ്ടിരിക്കുന്നത് അതിലും വേണമെങ്കിൽ ഒരു 10% കൂട്ടി അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 25% ഡ്യൂറേഷനൊക്കെ അവർക്ക് കുറച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ FDയുടെ റേറ്റും സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ FD അല്ലാതൊരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ ഏതായിരിക്കും ബെസ്റ്റ് ആയിട്ട് ഓപ്ഷൻ പറയാം? അല്ല, ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ട് ഇസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് FDക്ക് വി ആർ ഗെറ്റിംഗ് സെക്യൂരിറ്റി അല്ലേ. FDക്ക് നമുക്ക് ഒരു 5 ലക്ഷം വരെ നമുക്ക് ഇൻഷുറൻസും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്, നമ്മൾ ഇട്ടേക്കുന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 5 ലക്ഷം വരെ യുവർ മണി ഈസ് പ്രൊട്ടക്റ്റഡ്. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് FDക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഞാൻ ഈ FD ഇട്ടേക്കുന്ന പൈസ എന്താണ് എൻ്റെ ആവശ്യം, എനിക്ക് ഒരു വർഷത്തിൽ എടുക്കേണ്ടതാണ്, എൻ്റെ എമർജൻസി ഫണ്ടിനാണോ, അങ്ങനത്തേക്ക് നോക്കിയിട്ട് അങ്ങനത്തെ ആണെങ്കിൽ either FD കണ്ടിന്യൂ FD അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല നമ്മുടെ ചില ടൈമിലൊക്കെ നമുക്ക് FD പല ആൾക്കാരും ഇട്ടേക്കുന്നത് 5-10 കൊല്ലത്തിനൊക്കെ. അങ്ങനെയാണെങ്കിൽ ലുക്ക് എന്താ പറയുക, റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇക്വിറ്റി ഹൈബ്രിഡ് സ്കീമുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അറിയെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓൾവേസ് അഡ്വൈസറുടെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ PPF, EPF പോലുള്ള അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഈ റേറ്റ് കട്ട് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? അല്ല, ഇപ്പോൾ ഇതൊക്കെ സ്മോൾ സേവിങ് സ്കീമിലാണല്ലോ വന്നേക്കുന്നത്. അത് എനിക്ക് എല്ലാ ക്വാർട്ടർലിയും അവർ റേറ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇവിടെ കുറയുമ്പോൾ ഇപ്പുറത്തും ഈ കുറവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഡെഫിനറ്റ്ലി ബി മൈൻഡ്ഫുൾ.
നമുക്ക് ഈ ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഓട്ടോ ലോൺ അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ റേറ്റ് കട്ട് നടത്തുന്നത് ശരിക്കും ക്രെഡിറ്റ് കാർഡിന് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്, അതോ അത്ര തന്നെ അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല? ക്രെഡിറ്റ് കാർഡിൽ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം ക്രെഡിറ്റ് കാർഡിൽ ഫ്ലോട്ടിംഗ് അല്ല. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും മന്ത്ലി റേറ്റ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. അപ്പോൾ ഈ റേറ്റ് സാധാരണ ക്രെഡിറ്റ് കാർഡിൽ എഫക്റ്റ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് തെറ്റിച്ച് ഒരാൾ അടയ്ക്കരുതെന്നുള്ള ഒരു കാര്യം, അതും ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അതൊരു വേറെ ഡിസിപ്ലിനാണ്, വേറെ ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡ്യൂ ഡേറ്റ് തെറ്റിക്കരുത്. ഡ്യൂ ഡേറ്റിൽ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുക, മിനിമം പേയ്മെൻറ്റ് മാത്രം ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇനി ഇതിന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ EMI-യിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പലിശ കൊടുക്കണ്ട. അപ്പോൾ 2% പെർ മന്ത് എന്നൊക്കെ പറഞ്ഞ് 24%. പക്ഷേ EMI-യിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് 10% നമുക്ക് കിട്ടും. സോ അതും ചെയ്യരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡെറ്റ് ട്രാപ്പിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സാർ, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്രെഡിറ്റ് നമുക്കറിയാം, ഹൗസിംഗ് ലോൺ കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ FDയുടെ റേറ്റ് കുറയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇംബാലൻസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? FD കുറയുന്നു ഇവിടെ. അതിന് ഡെഫിനറ്റ്ലി യു നീഡ് എ ഫിനാൻഷ്യൽ പ്ലാൻ അല്ലേ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒരു ലോങ് ടൈമിലേക്ക് എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ്, എത്രയാണ് നമ്മുടെ അടുത്തുള്ള പൈസ, ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് യു നീഡ് ടു ഹാവ് എ ക്ലിയർ അസറ്റ് അലോക്കേഷൻ അല്ലേ. ഡൈവേഴ്സിഫിക്കേഷൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൃത്യമായിട്ടൊരു ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എത്രമാത്രം പൈസ ഒരു 1 year 2 year ടൈമിൽ വേണം, എത്ര പൈസ എനിക്കൊരു ഒരു 4 year പീരീഡിൽ വേണം, 5+ years. ഇതനുസരിച്ചിട്ട് വി ക്യാൻ ഡു എ അസറ്റ് ലൊക്കേഷൻ ക്ലിയർലി. അവിടെ യു നീഡ് ടു ഹാവ് എ ക്ലിയർ കട്ട് പ്ലാൻ. നമ്മുടെ പോർഷൻ എത്ര ഭാഗം ഡെറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ് കൈൻഡ് ഓഫ് ഇതിൽ വേണം, കമ്മോഡിറ്റിയിൽ എത്ര വേണം, ഇനി എത്ര ഭാഗം ഇന്ത്യൻ ഇക്വിറ്റി കൈൻഡ് ഓഫ് തിങ് വേണം, എത്ര ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ വേണം, ഇതെല്ലാവരും ഓരോരുത്തരുടെയും കോർപ്പസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും മ്യൂച്വൽ ഫണ്ട് ഈസ് എ സിമ്പിൾ തിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു 4000-9000 സ്കീമുകൾ തോന്നും ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിലും ഡിഫിക്കൽട്ടായി മാറി മ്യൂച്വൽ ഫണ്ട് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള, കാരണം ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 സ്കീം മതി. പക്ഷേ പല ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 20-30 സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും ഇറ്റ്സ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓരോരുത്തരും എവരി ഇൻവെസ്റ്റർ ഈസ് യൂണീക്ക് അല്ലേ. അപ്പോൾ ദേ നീഡ് എ യൂണീക്ക് അസറ്റ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യണം.